विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ അവസ്ഥാഭേദത്തിലെ പുതിയ ഒരു പാടലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഭൂമിയും അതിൽ പൊങ്ങും നീരും പൊന്നൊത്ത തീയും വായു ആകാശം പിന്നെ മാനസം ജനനം മരണം എട്ടിവയോരോന്നും ചിന്തിച്ച് സത്യത്തെ ഓർത്താൽ 8 ഭൂതങ്ങളെയും ശുദ്ധി ചെയ്തതെന്ന ആത്മാവും. അപ്പോൾ 8 ഭൂതങ്ങളെയും ശുദ്ധി ചെയ്താൽ അത് ആത്മാവിൽ ലയിക്കും. മനുഷ്യ ശരീരത്തിലെ 8 ഭൂതങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? ഭൂമി, പിന്നെ ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ജനനം, മരണം. ഈ 8 ഭൂതങ്ങളെയും ചിന്തിച്ചു നോക്കിയാൽ, സത്യത്തെ ഓർത്താൽ 8 ഭൂതങ്ങളെയും ശുദ്ധി ചെയ്ത് കഴിഞ്ഞാൽ ആ ഭൂതങ്ങളെല്ലാം ആത്മാവിൽ വിലയം പ്രാപിക്കും. മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തികമായ അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. 8 ഭൂതങ്ങളാൽ നിർമ്മിതമാണ് മനുഷ്യ ശരീരം. ഈ 8 ഭൂതങ്ങളും അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിൽ ലയിച്ചു ചേർന്നാൽ പിന്നീട് അവശേഷിക്കുന്നത് ഞാൻ എന്ന ആത്മാവ് മാത്രം. ഈ സത്യമാണ് എല്ലാ വേദങ്ങളും എല്ലാ ഉപനിഷത്തുകളും നമ്മളോട് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ഭാഗം നോക്കാം. രമണ മഹർഷിയുടെ ജീവചരിത്രം എഴുതിയ ഒരു മഹാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നരസിംഹസ്വാമി എന്നാണ്. അദ്ദേഹം ഭഗവാൻ രമണ മഹർഷിയോട് ഞാൻ ആര് എന്നൊന്ന് വിശദീകരിച്ച് തരാമോ എന്നൊരിക്കൽ ചോദിച്ചു. അതിന് രമണ മഹർഷി കൊടുത്ത ഉത്തരം നമുക്ക് നോക്കാം. അതാണ് എല്ലാ വേദങ്ങളുടെയും എല്ലാ ആഗമങ്ങളുടെയും കാതൽ. അതുകൊണ്ട് രമണ മഹർഷിയുടെ വാക്കുകൾ തന്നെ നമുക്ക് പിന്തുടരാം. നോക്കൂ, രമണ ഭഗവാൻ പറയുകയാണ്, നാം നമ്മോട് തന്നെ ചോദിക്കണം, ഈ ശരീരവും അതിൻ്റെ ചലനങ്ങളുമല്ല നമ്മളെന്ന് ആദ്യം അറിയുന്നു. കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സും അതിൻ്റെ വൃത്തികളും നാമല്ല എന്നറിയുന്നു. അടുത്ത പടിയായി വൃത്തികൾ എവിടെ നിന്നുത്ഭവിക്കുന്നു എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. വൃത്തികൾ സ്വയം വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ ഉപരിപ്ലവ ചിന്തകളായി അല്ലെങ്കിൽ ആലോചനകളായി. അവ ബുദ്ധിയിൽ തന്നെ ചലിക്കുന്നു. അവയെ ബോധിക്കുന്നതാര്? അഹന്ത അഥവാ ഞാനെന്ന ഭാവം എന്താണ്? എവിടെ നിന്നാണത് ഉണ്ടാവുന്നത്? നിദ്രാവസ്ഥയിൽ ഞാനെന്ന അഹന്ത, അതായത് വ്യക്തിബോധമില്ല. അഹന്താബോധം ഉണർന്നാൽ അതോടൊപ്പം ചിന്തയോ സ്വപ്നമോ കൂടെ പുറപ്പെടുകയായി. ജാഗ്രത അവസ്ഥയിൽ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഒന്നുമില്ല. ജാഗ്രത അവസ്ഥയിൽ ഞാൻ ആര്? ഇപ്പോഴുള്ള ഈ ഞാൻ ആര്? ഉറക്കത്തിൽ പോലും വെളിപ്പെടുന്നതാണെങ്കിൽ ആ ഉറക്കത്തിൽ അറിയായിക എന്ന അന്ധകാരത്തിൽ ഞാൻ അമർന്നു കിടന്നിരുന്നു എന്ന് അറിയാൻ കഴിയുന്നു. വേദശാസ്ത്രങ്ങളും ജ്ഞാനികളും നിസ്സന്ദേഹം പറയുന്ന ആത്മസ്വരൂപം അതാവാൻ വഴിയില്ല. നിദ്രയ്ക്ക് അതീതവും നിദ്ര ജാഗ്രത് സ്വപ്നാവസ്ഥകൾക്ക് അതീതവും ആണ് യഥാർത്ഥമായ ഞാൻ. അവസ്ഥാത്രയത്തിനും സാക്ഷിയായി അധിഷ്ഠാനമായി ഗുണാതീതമായി വർത്തിക്കുന്നു ഞാൻ എന്ന ആത്മസ്വരൂപം. ഇതാണ് രമണ മഹർഷി ഞാൻ ആരാണ് എന്നതിന് ജീവചരിത്രകാരന് കൊടുത്ത
ഉത്തരം. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.